നമസ്കാരം. കേരളത്തിൽ വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുൻകൂട്ടി തുടക്കമിട്ടിരിക്കുകയാണ് ബി.ജെ.പി. അതായത് ജയസാധ്യതയുള്ള A+ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക തന്ത്രങ്ങൾ മെനയുകയാണ് പാർട്ടി. അതായത് പാർട്ടിയുടെ കേന്ദ്ര ഘടകത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പ്രത്യേക പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പ്രമുഖ നേതാക്കൾ തന്നെ ബന്ധപ്പെട്ട മണ്ഡലങ്ങളുടെ സംഘടനാ ചുമതല നൽകിക്കഴിഞ്ഞു. ചുമതല ലഭിച്ചവർ കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ഇപ്പോൾ തന്നെ മണ്ഡലങ്ങൾ സജീവമായി രംഗത്തിറങ്ങും. സംസ്ഥാനത്ത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ എന്നീ 6 പ്രധാന മണ്ഡലങ്ങളിലാണ് ബി.ജെ.പി. ഇത്തവണ സർവ്വകരുത്തും പുറത്തെടുത്ത് പോരാടാൻ ഒരുങ്ങുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലും തന്ത്രങ്ങളിലും വലിയ വ്യക്തതയോടെയാണ് പാർട്ടി മുന്നേറുന്നത്. ഇതിൽ ആലപ്പുഴ മണ്ഡലത്തിൽ പ്രമുഖ നേതാവ് ശോഭാ സുരേന്ദ്രൻ തന്നെ വീണ്ടും ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി ജനവിധി തേടാനാണ് സാധ്യത. മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യം വിജയപ്രതീക്ഷ വർദ്ധിപ്പിക്കുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. തിരുവനന്തപുരം മണ്ഡലത്തിന്റെ പ്രധാന ചുമതല ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് നൽകിയിരിക്കുന്നത്. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ശക്തമാക്കും. തൃശൂർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് പാർട്ടിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത്. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിക്കാണ് പത്തനംതിട്ട ജില്ലയുടെ ചുമതല. യുവമോർച്ചയുടെ പ്രഭാരി സ്ഥാനത്തു നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി തിരഞ്ഞെടുപ്പ് ചുമതലയിൽ മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാർട്ടിയുടെ വക നിർദ്ദേശമുണ്ട്. കൊല്ലം മണ്ഡലത്തിലെ സംഘടനാ ചുമതലയും സ്ഥാനാർത്ഥി സാധ്യതയും ബി ഗോപകുമാറിനാണ്. അതേസമയം മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യത കുറവാണ്. അദ്ദേഹം മത്സര രംഗത്തു നിന്നും മാറി നിൽക്കുകയാണ് എങ്കിൽ വരാനിരിക്കുന്ന സംഘടനാ പുനഃസംഘടനയിൽ ബി.ജെ.പി. കേന്ദ്ര ഘടകത്തിന്റെ പ്രമുഖ പദവികളിലേക്ക് അദ്ദേഹം പരിഗണിക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവ് വേണമെന്ന മാനദണ്ഡം മുൻനിർത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സുധീറിനെ പുതിയ ചുമതലകൾ നൽകിയിട്ടുണ്ട്. ബി.ജെ.പി. മേഖലാ യോഗങ്ങളും ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റ്മാരുടെയും യോഗങ്ങളും വിളിച്ച് തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് വേഗം കൂട്ടുകയാണ് നേതൃത്വം ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ഉയർന്നുവന്ന ക്രമക്കേട് ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ബി.ജെ.പി. മുന്നൊരുക്കങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും സംഘടിതമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നും അടിസ്ഥാനരഹിതവും വ്യാജവുമായ കഥകളെ വാർത്തകളെന്ന പേരിൽ പ്രചരിപ്പിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ അത് തള്ളിക്കളയുമെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. സമൂഹമാധ്യമ പ്രചരണങ്ങൾക്കപ്പുറം ബൂത്ത് തലം മുതൽ സംഘടനാ സംവിധാനം ശക്തമാക്കി തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് സജ്ജമാവുകയാണ് ബി.ജെ.പി. കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളുടെ തീരുമാനം.